ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കാണ് അതാണ് ബൈക്കിന് പ്രവേശനമില്ല, ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനമില്ല. ഈ ബൈക്കുകാരന്റെയും ഓട്ടോറിക്ഷക്കാരന്റെയും കാശ് മേടിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. സർക്കാർ പറയുന്ന ഏത് കാര്യവും എതിർക്കുക, മൊത്തത്തിൽ എതിർക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന് ആകെയുള്ള പണി. വിവരമില്ലേ എന്ന് ചോദിക്കുന്നില്ല. ലെവലേശം ഇല്ല എന്നത് പല സാഹചര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തതയുള്ളതാണ്. അറിവില്ലായ്മ ഒരു തെറ്റല്ല, എന്നാൽ അത് ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കയ്യിലൊരു ഫോണില്ലേ, അതിലൊന്ന് ഗൂഗിൾ ചെയ്തൂടെ? ഇതൊന്നുമില്ല. മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് പോരാഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന് അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു. പുതുതായി പണിയുന്ന നാഷണൽ ഹൈവേയിൽ എന്തുകൊണ്ട് ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങൾക്കും പ്രവേശനം നൽകുന്നില്ല? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രശ്നം ഇതാണ്. ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കാണ് അതാണ് ബൈക്കിന് പ്രവേശനമില്ല, ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനമില്ല. ആശങ്കയാണ്. വലിയ ആശങ്ക പങ്കിട്ടുകൊണ്ടുള്ള ആ വീഡിയോ നിങ്ങളും കണ്ടു കാണും. കേരളത്തിന്റെ വികസനത്തിന് ചിറക് വിരിച്ച് ദേശീയപാത 66ന്റെ നവീകരണം പുരോഗമിക്കുമ്പോൾ അതിനെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളുമായി വന്നിരിക്കുന്ന ഈ വരവ് നിങ്ങളുടെ ശിങ്കടികളിൽ പകുതി പേര് പോലും വിശ്വസിക്കുമോ? പുതിയ ദേശീയപാതയിൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നതിനെ ജനവിരുദ്ധ വികസനമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എക്സ്പ്രസ് ഹൈവേകളിലും ഉയർന്ന വേഗത അനുവദനീയമായ ഹൈവേകളിലും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് കേരള സർക്കാരിന്റെ മാത്രം തീരുമാനമല്ല എന്നത് അറിയാത്തതായി പ്രതിപക്ഷ നേതാവ് മാത്രമേ കാണൂ. ഇത് രാജ്യവ്യാപകമായി ലോകമെമ്പാടും നിലവിലുള്ള ഒരു സുരക്ഷാ മാനദണ്ഡമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിരോധനം? ഹൈവേകളിൽ സാധാരണയായി മണിക്കൂറിൽ 80-120 കിലോമീറ്റർ വേഗതയിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. ഈ വേഗതയിൽ ഓടുന്ന കാറുകൾ, ട്രക്കുകൾ തുടങ്ങിയ വലിയ വാഹനങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ വലിയ അപകടങ്ങൾക്ക് കാരണമാകും. വേഗതയിലെ ഈ വലിയ അന്തരം തന്നെ അപകട സാധ്യത ഇരട്ടിയാക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതിനോ വേഗത കുറയ്ക്കുന്നതിനോ വലിയ വാഹനങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. സ്ഥിരതയും കാറ്റിന്റെ പ്രതിരോധവും വലിയ വാഹനങ്ങളെ അപേക്ഷിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക് ഹൈവേയിലെ അതിവേഗത്തിൽ സ്ഥിരത കുറവാണ്. കാറ്റിന്റെ സമ്മർദ്ദം മൂലം വാഹനം നിയന്ത്രണം വിട്ടു പോകാനും അപകടത്തിൽപ്പെടാനുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ നിയമങ്ങൾ കേരള സർക്കാരിന്റെയോ CPIMന്റെയോ സ്വന്തം ഇഷ്ടത്തിനുണ്ടാക്കിയതല്ല. വിദഗ്ധ സമിതികളിലൂടെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യത്തിന്റെ ഗതാഗത മന്ത്രാലയം നടപ്പിലാക്കുന്ന സുരക്ഷാ ചട്ടങ്ങളാണിവ. സാധാരണക്കാരന്റെ പേര് പറഞ്ഞ് വികസനത്തിന് തുരങ്കം വെക്കാനുള്ള ഈ ശ്രമം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയാതിരിക്കില്ല എന്നത് വേറെ കാര്യം.